നമസ്കാരം. ദേശീയ വാർത്താ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം നേടി. 80 ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷയിലുണ്ടായിരുന്നത്. സിനിമാ രംഗത്ത് 40 വർഷം പിന്നിടുന്ന നടനും തിരക്കഥാകൃത്തുമായ ജഗദീഷിന് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നൽകും. അന്വേഷിപ്പൻ കണ്ടെത്തും, അജയൻ്റെ രണ്ടാം മോഷണം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ടൊവിനോ തോമസ് മികച്ച നടനായി, നസ്രിയ നസീമും ചിത്രം സൂക്ഷ്മദർശിനി, റീമ കല്ലിങ്കലും ചിത്രം തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി ചിത്രം എന്നിവയിൽക്ക് രണ്ടാമത്തെ നടികൾക്കുള്ള അവാർഡുകൾ പങ്കിട്ടു. ഇന്ദുലക്ഷ്മിയാണ് മികച്ച സംവിധായക, ചിത്രം അപ്പുറം. രണ്ടാമത്തെ മികച്ച ചിത്രം സൂക്ഷ്മദർശിനി. മികച്ച രണ്ടാമത്തെ സംവിധായകൻ MC ജിതിൻ, ചിത്രം സൂക്ഷ്മദർശിനി. മികച്ച സഹനടൻ ഷൈജു കുറുപ്പ്, ചിത്രം ഭരതനാട്യം. അർജുൻ അശോകൻ, ചിത്രം ആനന്ദ് ശ്രീബാല. മികച്ച സഹനടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി. മികച്ച രണ്ടാമത്തെ നടി ചിന്നു ചാദിന്, ചിത്രം വിശേഷം. അഭിനയത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന പ്രശസ്ത നടിയും നിർമ്മാതാവുമായ സീമ ശശിക്കാണ് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ഇക്കുറി നൽകുന്നത്. ദേശീയ സംവിധാന അവാർഡ് ജേതാവും ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ വിജയകൃഷ്ണന് ചലച്ചിത്ര രത്നം പുരസ്കാരം നൽകി ആദരിക്കും. ചലച്ചിത്ര നിരൂപണ രംഗത്ത് 50 വർഷവും എഴുത്തു ജീവിതത്തിൽ 60 വർഷം പിന്നിടുകയാണ് വിജയകൃഷ്ണൻ. മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന നിർമ്മാതാവ് ജൂബിലി ജോസ് തോമസ്, ഛായാഗ്രാഹകനും സംവിധായകനുമായ വിപിൻ മോഹൻ, ദക്ഷിണേന്ത്യൻ സിനിമയിലെ സംഘടനാ സംവിധായകൻ ത്യാഗരാജൻ മാസ്റ്റർ, അഭിനയ ജീവിതത്തിലെ 40ാം വർഷത്തിലേക്ക് കടക്കുന്ന ബാബു ആന്റണി എന്നിവർക്കും ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കും. മറ്റ് അവാർഡുകൾ: പ്രത്യേക ജൂറി പുരസ്കാരം ജാഫർ ഇടുക്കി, ഹരിലാൽ, പ്രമോദ് വെളിയനാട്. മികച്ച ബാലതാരം മാസ്റ്റർ ഏഞ്ചലനോ ക്രിസ്റ്റിയാണ്. മികച്ച തിരക്കഥ ഡോൺ പാലത്തറ. മികച്ച ഗാനരചയിതാവ് വാസു അരീക്കോട്. മികച്ച സംഗീത സംവിധാനം രാജേഷ് വിജയ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെടുന്നത്. സമരം ഇപ്പോൾ പിന്നിട്ടിട്ട് 64 ദിവസവും നിരാഹാര സമരം 25 ദിവസം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സമരത്തിന്റെ പുരോഗതി വിലയിരുത്തി. എന്നാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടറായ പ്രൊഫസർ KP കണ്ണൻ ആശാ വർക്കർമാരുടെ ഈ സമരത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. നീണ്ട 64 ദിവസമായി അടിസ്ഥാന ആവശ്യങ്ങൾ മുറുകെ പിടിച്ച് ആശാ വർക്കർമാർ സമരമുഖത്ത് തുടരുകയാണ്. ഈ സമരം അടിസ്ഥാനപരമായ പല ചോദ്യങ്ങൾ കേരള സമൂഹത്തോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ഉയർത്തുന്നുണ്ട്. ആശമാരെ തൊഴിലാളികളെ അംഗീകരിക്കാൻ സർക്കാർ മടിക്കുന്നതെന്തിന്? പുരുഷ തൊഴിലാളികളാണ് ഇതുപോലെ സമരം ചെയ്തിരുന്നതെങ്കിൽ പ്രതികരണം ഇതാകുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആരോഗ്യമേഖലയിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും അടിത്തട്ട് ജോലിയെടുക്കുന്നവരാണ് ആശമാർ. പിരിഞ്ഞു പോകുമ്പോൾ കിട്ടേണ്ട പ്രതിഫലം, പെൻഷൻ എന്നിവ ആവശ്യപ്പെട്ട് 64 ദിവസമായി അവർ സമരത്തിലാണ്. പ്രവർത്തനങ്ങളുടെ ആധിക്യം മൂലം അവരുടെ ജോലിഭാരവും ചുമതലയും കൂടിയിട്ടുണ്ട്. സ്ത്രീകൾ മാത്രം പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ അവർക്ക് ജീവനക്കാർ എന്ന പദവിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിഫലം കിട്ടുന്നത് സമ്മാനം എന്ന വകയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വെയിലും മഴയും മാത്രമല്ല, കുടുംബത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയും. അതിനു പുറമെ ചില തൊഴിലാളി സംഘടനാ നേതാക്കളിൽ നിന്നും അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പരിഹാസവും സർക്കാരിൽ നിന്ന് അവഗണനയും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ആശമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള വൈമുഖ്യവും ഈ സമരം അടിസ്ഥാനപരമായി പല ചോദ്യങ്ങൾ കേരള സമൂഹത്തോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ഉയർത്തുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.